സുവിശേഷങ്ങളിലൂടെ യേശു ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഏതാണ് എളുപ്പം? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റു നടക്കുക എന്ന് പറയുന്നതോ? മത്തായി 9 വാക്യം 5. മത്തായി 9 ഒരു തളർവാതരോഗിയെ ആളുകൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അവന്റെ വിശ്വാസം കണ്ട് യേശു ആദ്യം പറഞ്ഞത്, മകനേ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇത് കേട്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന നിയമജ്ഞരും ഫരിസേയരും തങ്ങളുടെ മനസ്സിൽ, ഇവൻ ദൈവനിന്ദ പറയുന്നു, ദൈവത്തിനല്ലാതെ ആർക്കാണ് പാപം ക്ഷമിക്കാൻ കഴിയുക എന്ന് ചിന്തിച്ച് യേശുവിനെ കുറ്റപ്പെടുത്തി. അവരുടെ മനസ്സിലെ ഈ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് യേശു ഈ ചോദ്യം ചോദിക്കുന്നത്. ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റു നടക്കുക എന്ന് പറയുന്നതോ? യേശു ഇത് പറയാൻ കാരണം എന്താണ്? പാപമോചനം എന്നത് കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെടാൻ പറ്റാത്ത കാര്യമായതിനാൽ അത് വെറുതെ പറയാൻ എളുപ്പമാണ്. എന്നാൽ തളർന്നുപോയ ഒരാളോട് എഴുന്നേറ്റു നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഉടനെ അവിടെ നടക്കണം, ഇല്ലെങ്കിൽ പറയുന്നയാൾ കള്ളനാണെന്ന് തെളിയും. തനിക്ക് പാപങ്ങൾ ക്ഷമിക്കാനുള്ള ദൈവിക അധികാരം ഉണ്ടെന്ന് നിയമജ്ഞർക്കും ഫരിസേയർക്കും ബോധ്യപ്പെടുത്തിക്കൊടുക്കാൻ വേണ്ടിയാണ് യേശു ആ വെല്ലുവിളി ഏറ്റെടുത്തത്. തുടർന്ന് യേശു ആ രോഗിയോട് എഴുന്നേറ്റു നടക്കാൻ കൽപ്പിക്കുകയും അവൻ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. അതിലൂടെ അദൃശ്യമായ പാപമോചനം നൽകാൻ തനിക്ക് അധികാരമുണ്ടെന്ന് ദൃശ്യമായ രോഗസൗഖ്യത്തിലൂടെ യേശു തെളിയിച്ചു. സാരാംശം: ബാഹ്യമായ രോഗസൗഖ്യത്തേക്കാൾ ആന്തരികമായ പാപമോചനത്തിനാണ് യേശു മുൻഗണന നൽകുന്നത്. കൂടുതൽ വചനങ്ങൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.